നിർമ്മാതാവ് PS ഷംനാസിനെതിരെ കോടതിതല പ്രാഥമിക അന്വേഷണം നടത്താൻ വൈക്കം മജിസ്ട്രേറ്റ് കോടതിയുടെ തീരുമാനം. PS ഷംനാസ് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുവെന്ന ആക്ഷേപത്തിലാണ് അന്വേഷണം. നടൻ നിവിൻ പോളി നൽകിയ സ്വകാര്യ അന്യായത്തിലാണ് കോടതിയുടെ നടപടി. നിവിൻ പോളിയും PS ഷംനാസും തമ്മിൽ സിനിമാ ടൈറ്റിൽ തർക്കം നിലവിലുണ്ട്. ശ്യാം ദേവരാജാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ശ്യാം, വിവരങ്ങൾ. ആര്യ, നിർമ്മാതാവ് PS ഷംനാസിനെതിരെ കോടതിതല അന്വേഷണമാണ് നടക്കുക. ഇത് പ്രാഥമിക അന്വേഷണമാണ്. ഇക്കാര്യത്തിൽ പ്രാഥമിക അന്വേഷണം നടത്താൻ വൈക്കം മജിസ്ട്രേറ്റ് കോടതിയാണ് തീരുമാനമെടുത്തത്. PS ഷംനാസ് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന ആക്ഷേപത്തിലാണ് മജിസ്ട്രേറ്റ് കോടതിയുടെ നടപടി. വിവരങ്ങൾ മറച്ചുവെച്ച് വ്യാജ സത്യവാങ്മൂലം നൽകി എന്നതാണ് PS ഷംനാസിനെതിരായ ആരോപണം. ഇത് സംബന്ധിച്ച് നടൻ നിവിൻ പോളിയാണ് വൈക്കം മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു സ്വകാര്യ അന്യായം നൽകിയത്. ഇതിന്മേലാണ് പ്രാഥമിക അന്വേഷണം നടത്താൻ നിർമ്മാതാവ് PS ഷംനാസിനെതിരെ പ്രാഥമിക അന്വേഷണം നടത്താൻ വേണ്ടി തീരുമാനമെടുത്തത്. കാരണം ഈ നിവിൻ പോളിയും PS ഷംനാസും തമ്മിൽ സിനിമ ടൈറ്റിൽ സംബന്ധിച്ച തർക്കമുണ്ട്. അത് ആക്ഷൻ ഹീറോ ബിജു 2 എന്ന സിനിമയുടെ ടൈറ്റിലുമായി ബന്ധപ്പെട്ട തർക്കമാണ്. കാരണം ഇവർ തമ്മിൽ നിവിൻ പോളിയും എബ്രിഡ് ഷൈനും PS ഷംനാസും തമ്മിലുള്ളൊരു ത്രികക്ഷി കരാറുണ്ട്. ആ കരാർ മറച്ചുവെച്ച് നിവിൻ പോളിയുടെ വ്യാജ ഒപ്പിട്ട് നടത്താനാണ് ഇപ്പോൾ കോടതിയുടെ തീരുമാനം. ശ്യാം ദേവരാജാണ് വിശദാംശങ്ങളുമായി ചേർന്നത്.